ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ലാസ്റ്റ് ഡേ ഇൻ ഡൽഹി ആണ്. അപ്പോൾ എന്തായാലും കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കൂടെ ചെയ്യണമെന്നുണ്ട്. ഇവിടെ അറിയാലോ, ഡൽഹി ഈസ് ലൈക്ക് എ ഷോപ്പിംഗ് പാരഡൈസ്. അതിന് ഒരു ആർഗ്യുമെന്റും ഇല്ല. ഇന്ത്യയിൽ ഇത്രയും കൂടുതൽ ഷോപ്പിംഗ് വെറൈറ്റീസ് ഉള്ള വേറെ സ്ഥലമില്ല. അപ്പോൾ ഹോൾസെയിലിനാണെങ്കിൽ നമുക്ക് മറ്റേ കരോൾ ബാഗും അതുപോലെ തന്നെ ഇപ്പം ബ്രൈഡൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ചാന്ദി ചോക്കൊക്കെ പോകാം. പക്ഷേ സരോജിനി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മാർക്കറ്റ് ആയിരിക്കും. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആൻഡ് അവിടുന്ന് പറ്റുമെങ്കിൽ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി ബാക്ക് ടു കൊച്ചി. അങ്ങനെ ഇന്നും ഒരു നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു ദിവസമാണ്. സോ ഞാൻ മെട്രോയിലാണ് പോകുന്നത്. 2 മെട്രോ മാറി കയറണം. വെളിയിൽ ഇറങ്ങിയാൽ ചെവി പൊട്ടും. അതാണ് ഡൽഹിയുടെ ഒരു പ്രശ്നം. എന്നാലും ഞാൻ നേരെ 2 മെട്രോ മാറി ഏകദേശം ഒരു 30-40 മിനിറ്റ്സിൽ അവിടെ എത്തുന്നതായിരിക്കും. ഈ മെട്രോ സ്റ്റേഷനിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ വയ്യ, നമ്മുടെ നാഷണൽ ക്യാപിറ്റൽ ശരിക്കും ഇന്ത്യയിലെ ഏതൊരു അണ്ടർ ഡെവലപ്ഡ് ഗ്രാമത്തിന്റെ ലുക്കാണ്. ഓക്കെ, ഡെവലപ്ഡ് ഏരിയ ഉണ്ടെങ്കിലും ഒരു സ്ഥലവും ഡൽഹിയുടെ ഒന്നും ഇങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ബാക്കിയുള്ള ലോകത്തിന്റെ നാഷണൽ ക്യാപിറ്റൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലേ, ബീജിംഗ് ആണെങ്കിലും ഇപ്പം ബാങ്കോക്ക് ആണെങ്കിലും ഒരു ക്യാപിറ്റലിന്റെ ഇത് വേണ്ടേ? ഭയങ്കരമായിപ്പോ ഇത് നാണക്കേടാണ് സത്യം. സോ ഫസ്റ്റ് സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് മാറി ഇപ്പം ബ്ലൂ ലൈനിലാണ് വന്നത്. ഇവിടെ ഓരോ ലൈൻസിന് ഓരോ കളറുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്ലൂ ലൈനിന് വന്നു. ഇനി ഇവിടുന്ന് മാറി പിങ്ക് ലൈനിലേക്ക് കയറണം. അത് നേരെ സരോജിനി മാർക്കറ്റിൻ്റെ എൻട്രൻസിലേക്ക് വരുവേ. കണക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിലൊന്നും പറയില്ല. മെട്രോസ് വേറെ ലെവലാണ് ഡൽഹിയിൽ. ഇപ്പോൾ ഡൽഹിയിൽ മെട്രോ വന്ന സ്റ്റേഷനൊക്കെ ഭയങ്കര പഴമ തോന്നിക്കുന്നുണ്ട്. ഭയങ്കര ഓൾഡ്. നമ്മുടെ കൊച്ചി സ്റ്റേഷനെ പോലെ ആ ഒരു ബ്രാൻഡ് ന്യൂ ക്ലീനിനെസ് ഫീലൊന്നും ഇല്ല. പക്ഷെ എല്ലായിടത്തേക്കും മെട്രോ ഉണ്ട്. ഒരു റോഡ്സ്, മറ്റേ ക്രോസ് ഓവേഴ്സും എല്ലാ രീതിയിലുള്ള കണക്ടിവിറ്റി അവർ ചെയ്തിട്ടുണ്ട്. ഇനി പിങ്ക് ലൈൻ അവിടെ ഒരുപാട് ഷോപ്സും ഉണ്ട് കേട്ടോ. ലൈക്ക് ഫുഡിൻ്റെ ഷോപ്സൊക്കെ ഈ മെട്രോ സ്റ്റേഷനകത്ത് ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ മെട്രോ സ്റ്റേഷനിലും ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും തായ്ലൻഡൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്സ് ഉണ്ട്. 1-2 അല്ല, മിക്ക സ്റ്റേഷനിലും ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതും മറ്റേ എക്സ്പെൻസീവ് ഒന്നുമല്ല. ചിലയിടത്ത് മക്ഡൊണാൾഡ്സ്, KFC അങ്ങനത്തെ ഷോപ്സും ഉണ്ട്. സോ അവർ ഈ സ്പേസസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെ, പിങ്ക് ലൈൻ തപ്പി പോകാൻ ആരോടും ചോദിക്കേണ്ട, പിങ്ക് ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഇതുപോലെ മറ്റേ ടണൽ കവേർഡ് വാക്ക് വേസ് ഒക്കെ ഉണ്ട്. എനിക്ക് മെട്രോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡൽഹിയിലെ ഭയങ്കര സെറ്റപ്പാണല്ലോ ഇത്. ശരിക്കും നമ്മുടെ ദുബായ് മോളിലൊക്കെ മെട്രോന്ന് ഇറങ്ങി വാക്ക് വേ ഇല്ലേ, അതുപോലെയാണ്. ഇതുപോലെ മൂവിങ് എസ്കലേറ്റേഴ്സും ഉണ്ട്. നടുക്ക് ഇതുപോലെ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു വാക്ക് വേ ഉണ്ട്. ഒക്കെ അമേസിങ് ഇൻഫ്രാസ്ട്രക്ചറാണ്, സമ്മതിച്ചേ പറ്റൂ. അത് അടിപൊളിയായിട്ടുണ്ട്. ഇത് എന്തൊരു വാക്ക് വേ ഇത് മറ്റേ ഇൻക്ലൈൻ ആണ്, ത്രെഡ്മില്ല് പൊക്കി വെച്ച് നടക്കുന്ന പോലെ. ഇപ്പോൾ മോർണിംഗ് എക്സസൈസും സെറ്റായി. ഞാനിപ്പോൾ പിങ്ക് ലൈനിലാണ്. എനിക്കൊന്നും പിങ്ക് ലൈനിൽ അധികം തിരക്കൊന്നുമില്ല, അധികം ആൾക്കാരും ഇല്ല. ഓൾമോസ്റ്റ് കാലിയാണ്. സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്തോരം സ്റ്റേഷൻസാണ് ഡൽഹി മെട്രോയ്ക്ക്, എത്ര ലൈൻസാണ്. ഒരു ദിവസം ഫുൾ ഡൽഹി കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഏകദേശം 40 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് സരോജിനി മാർക്കറ്റ് തന്നെയാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര് തന്നെ. ഇവിടുന്ന് നേരെ നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ഈ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുപോലെ മറ്റേ ഈ ഒരു ആർട്ടിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ്റെ ഒക്കെ പോലത്തെ ഒരു ലുക്കായിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ തന്നെ അത് ആ മാർക്കറ്റിൻ്റെ ഫീൽ ഇവിടെ കിട്ടി. ഇവിടെ കുറേ ഇതുപോലത്തെ ചെറിയ ചെറിയ ഇയറിങ്സും ജ്വല്ലറീസും ഒക്കെ വെച്ച് വെസ്റ്റേൺ സ്റ്റൈൽ ഇയറിങ്സ് 100 രൂപയ്ക്ക് 5 എണ്ണം. ഇറങ്ങി വരുന്നത് തന്നെ നേരെ മാർക്കറ്റ് ഏരിയയിലേക്ക്. അത് ഭയങ്കര കൺവീനിയൻ്റ് ആണല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഷോപ്പിംഗ് ഹെവൻ തുടങ്ങുവാണ്. ഡൽഹിയിലെ ഷോപ്പിംഗ് ഹെവൻ. സോ ഇതൊക്കെ CK ഒക്കെ ജാക്കറ്റാണ് ഇവിടെ കാണിക്കുന്നത്. 200 രൂപ. ഇതുപോലത്തെ കുറെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾസ് ആസ് യൂഷ്വൽ ഉണ്ട്. മതിലൊക്കെ ഇതുപോലെ ഡ്രസ്സ് വെച്ച് വിൽക്കുവാണ്. ഇത് കംപ്ലീറ്റ്. കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ യങ് ക്രൗഡാണ് വന്നിരിക്കുന്നത്. 80 രൂപയ്ക്കൊക്കെയാണ് അവിടെ ഏതെടുത്താലും 80 രൂപ. വെറുതെ അല്ലെങ്കിൽ ഡൽഹിയിലെ ആൾക്കാർ ഇത്രയും സ്റ്റൈലിഷ്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇവിടുത്തെ യങ്സ്റ്റേഴ്സും ഡ്രസ് ചെയ്യുന്നത് കേട്ടാ. ബാഗ്സിന്റെ ഒക്കെ ഷോപ്പ് ഉണ്ട്, ഡ്രസ് ഉണ്ട്. പക്ഷേ എല്ലാം ലേഡീസ് ആണെന്ന് തോന്നുന്നു കൂടുതൽ. ഫുൾ കംപ്ലീറ്റ് ലേഡീസ് ഡ്രസ്സസ് ആണെന്ന് തോന്നുന്നു. മെൻസിന്റെ വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. കാണും കേട്ടോ. ഞാൻ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഈ സ്റ്റൈലിഷ് ഡ്രസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ എനിക്കൊന്ന് കൂടുതൽ വിന്റർ ക്ലോത്ത്സ് ഇവിടെ കാണിക്കുന്നത്. എന്തോരം ഓപ്ഷൻസാ, എന്തൊരു ത്രോ അവേ പ്രൈസാ. നമ്മൾ ഈ ത്രിഫ്റ്റിനൊക്കെ ത്രോ അവേ പ്രൈസ് ഇല്ലേ, അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെയാണ് കുറച്ച് മെൻസിന്റെ ഷർട്ട്സ് ഒക്കെ നിൽക്കുന്നത്. 350 രൂപ കോഡ് സെറ്റിന് മെൻസിന്റെ. ക്യൂട്ട് ഡ്രസ്സസ് ആണല്ലോ, നല്ല ക്യൂട്ട് ടോപ്സും ക്യൂട്ട് ഡ്രസ്സസും
ഒക്കെ അതെ 350 രൂപ, ഇതിന് 250 രൂപ. ക്വാളിറ്റി ഒക്കെ അത്രേ കാണുള്ളൂ. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ പ്രിയക്കൊക്കെ ആക്ച്വലി ഈ വ്ളോഗ്സിനൊക്കെ ഇടാനായിട്ടേ ഇതൊക്കെ നല്ല ഓപ്ഷൻസ് അല്ലേ. ഇതൊക്കെ പ്രിയക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഇവിടെ വന്നാൽ. ചിലപ്പോൾ ഒന്നും മാർക്കറ്റ് നമ്മൾ എത്തിയിട്ടില്ല. ഓൺ ദ വേ ടു ദ മാർക്കറ്റിലാണ് റോഡ് സൈഡിൽ ഇത്രയും ഓപ്ഷൻസും ഇത്രയും കാര്യങ്ങളൊക്കെ അവർ വിൽക്കുന്നത്. പ്രൈസാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഇത് ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ എന്താണെങ്കിലും 150 രൂപന്നേ. വെറുതെ അല്ല. ഇത് ഒരു 5 തവണ ഇട്ടിട്ട് കളഞ്ഞാലും കുഴപ്പമില്ലല്ലോ. ഇത് കൊള്ളാമല്ലോ. എനിക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ ഇഷ്ടമാട്ടാ. ഈ ഒരു ജൂട്ട് ടൈപ്പ് ഫാബ്രിക് 150 രൂപയല്ലേ ഉള്ളൂ. എടുത്താലോ? അത് എടുത്തേ 150 രൂപയല്ലേ ഉള്ളൂ. എനിക്ക് ലിനൻ കോട്ടൺ ആണത്. എന്തായാലും അതെടുക്കാം. എങ്ങനെ ഇവര് ഇതൊക്കെ 150ക്ക് കൊടുക്കുന്നാവോ? ഫസ്റ്റ് പർച്ചേസ് ഓക്കെ. പ്രിയ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലേട്ടാ ഞാൻ. പക്ഷെ പ്രിയനെ കാട്ടി കൂടുതൽ ഇങ്ങനത്തെ സ്ഥലത്ത് ഇതൊക്കെ നോക്കട്ടെ. മാർക്കറ്റ് എത്തിയിട്ടില്ല ഇതുവരെ. ഏരിയൊക്കെ സെറ്റപ്പ് ആവാൻ പോവാണ്. വലിയ മോൾസ് ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ മാർക്കറ്റൊക്കെ ചിലപ്പോൾ ഇനി മോളിൻ്റെ അകത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലാവും. തായ്ലൻഡ് ഇങ്ങോട്ട് വരും. ആ ലെവലാവും കേട്ടോ സംഭവം മിക്കവാറും. എല്ലാ ആനിമേ ബ്യൂട്ടിഫുൾ ടീഷർട്ട്സ് ഉണ്ട് ഇവിടെ. കുറേ ഉണ്ട്. എസ്പെഷ്യലി ഇത് മാർവൽസിൻ്റെയും അതുപോലെ ജാപ്പനീസ് ആനിമയുടെ ഒക്കെ. വേദുവിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ അവന് വാങ്ങിയ ഇഷ്ടപ്പെട്ടേനെ. ഫൈനലി ഐ എം എൻറ്ററിങ് ദ സരോജിനി മാർക്കറ്റ് ഗൈസ്. ഇതൊക്കെ എത്ര കേട്ട് എത്ര കണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുള്ള പരിപാടി, ഹൈപ്പാണോ അതോ ശരിക്കും ആണോ, എല്ലാം കയറി നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇതല്ല ഡൽഹി ഇസ് ദ അൾട്ടിമേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, വീക്ക് ഡേക്ക് 12:30 വന്നിട്ടുള്ള തിരക്കാണിത്. സോ ഇമാജിൻ ഓൺ ദ വീക്കെൻഡ്സ്. വെൽക്കം ടു സരോജിനി മാർക്കറ്റ് ഗൈസ്. മാർക്കറ്റിൽ ആക്ച്വലി ഒരുപാട് ഷോപ്സ് ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണല്ലോ. പക്ഷേ ഷോപ്പിൽ ഷോപ്പ് നമ്പർ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ നന്നായി വിൽക്കുന്നതിൻ്റെ ഷോപ്പ് നമ്പേഴ്സ് കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ മറ്റേ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ രസമാണ്. കാരണം ഇത് എന്താ പറയുക, നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇത് ഇൻഡിവിജ്വൽ സെയിലല്ല അല്ലെങ്കിൽ ഹോൾസെയിൽ അല്ലാതെ വാങ്ങുന്നവർക്ക് ഈ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് കിട്ടും. വെറൈറ്റി ഇസ് ലൈക്ക് ക്രേസി ഇവിടെ കേട്ടോ. എനിക്ക് ശരിക്കും തായ്ലൻഡിൽ പോകുന്നൊരു ഫീലാണ്. തായ്ലൻഡിൻ്റെ പ്രോഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ആ ഒരു മാർക്കറ്റിൻ്റെ സ്കെയില് ശരിക്കും ഒരു തായ്ലൻഡ് പോലെ തന്നെ ഉണ്ട്. ഇവിടെ ജെൻസിന് ഓപ്ഷൻ ഇല്ലാന്ന് വിചാരിക്കും. പക്ഷെ ജെൻസിനൊക്കെ ഇഷ്ടം മാതിരി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു വിൻ്റർ വെയർസ് ആണ്. എന്നാലും ഈ കടയിലൊക്കെ കുറച്ചുണ്ടെന്ന് കയറി നോക്കട്ടെ. ആ പാൻറ് കൊള്ളാമല്ലോ. ഭയങ്കര ഒരു യുണീക്ക് കസ്റ്റം മെയ്ഡ് ഡിസൈനർ പാൻറ് പോലെ ഉണ്ടത്. നോക്ക്, മാർക്ക് ആൻഡ് സ്പെൻസേഴ്സ് ഒക്കെ പുൾ ആൻഡ് ബെയർ. ഇതിനി മറ്റേ ഫാക്ടറി എക്സസ് ആണോ അതോ ഫേക്ക് ആണോ ഒന്നും അറിയില്ല കേട്ടോ. ടോമിയുടെ ഷർട്ട്സ് സംഭവം. ഇത് H&Mൻ്റെ അല്ല, ഇത് യൂണിക്ലോൻ്റെ ജാക്കറ്റ്. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഫേക്കാന്ന് കണ്ടിട്ട് ക്വാളിറ്റി വെച്ച്. ഐ ഡോണ്ട് നോ, എനിക്ക് എങ്ങനെ ഇവരിത് നടത്തുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് കേട്ടാ കണ്ടിട്ട് എനിക്ക് ഒറിജിനൽ പോലെ തോന്നി. അറ്റ്ലീസ്റ്റ് നല്ല ക്വാളിറ്റിയാണ്. ഒറിജിനൽ ആണല്ലോ എന്ന് നമുക്ക് അറിയണ്ടല്ലോ. H&M നല്ലൊരു സമ്മർ വെയർ കളക്ഷൻ പോലെ കിട്ടി. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട്. 650 രൂപ. ഇവിടെ കുറേയൊക്കെ ഈ മറ്റേ ഇന്ത്യൻ വെയർ ആണ്. ഭൂരിപക്ഷം എനിക്കൊന്നും ഇന്ത്യൻ വെയർ ആണ്. പക്ഷേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുണ്ട് സാറയുടെയൊക്കെ കോഡ് സെറ്റ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കൊരു എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. ഫേക്ക് ആണോ അതോ കോപ്പിയാണോ ഡൽഹിയിലുള്ളവർക്ക് അറിയായിരിക്കും. ഇതൊക്കെ നോക്ക്, ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ 100 രൂപ. ഞാൻ പറയുന്ന കളർ പോവോ ക്വാളിറ്റി അതൊന്നും നോക്കണ്ട. നമുക്കൊരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ ഒക്കേഷനൊക്കെ ഇടാനായിട്ട് ഇവിടെ ആൾക്കാർക്കപ്പോൾ എന്തോരം ഓപ്ഷൻസാണ് അല്ലേ. ജെൻസിനുള്ള വളരെ എന്താ പറയുന്നത് ആ ഒരു കണ്ടംപററി ടൈപ്പ് ഡ്രസ്സസ് ഉണ്ട്. ഈ മാൾബ്രോ, പിങ്ക് ഫ്ലോയിഡ്സ്, AC/DC അങ്ങനത്തെ ഒരു വിൻറ്റേജ് ഷർട്ട്സ് ഇല്ലേ, സോറി കണ്ടംപററി വിൻറ്റേജ്, അതിൻ്റെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തായ്ലൻഡിൽ കിട്ടുന്ന പോലെ കുട്ടികളുടെയും മറ്റേ കോഡ് സെറ്റൊക്കെ. വേദുവിനൊക്കെ ഒരു കാലത്തൊക്കെ ഇത് ഇടുമായിരുന്നു. ഇപ്പോൾ അവനിങ്ങനെ ഷർട്ട്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ വാങ്ങായിരുന്നു. അവന് പറ്റിയ ടീഷർട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങായിരുന്നു. കടയിൽ മെൻസിന് ആക്ച്വലി കുറേ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ കടയിൽ കുറച്ച് തിരക്കുണ്ട്. ഇത് കുഴപ്പമില്ലാത്ത കുറച്ച് ടൈപ്പ് ആ സ്പൈഡർമാൻ്റെ ടീഷർട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ കയറി നോക്കട്ടെ നമുക്ക് പറ്റിയ വല്ലതും ഉണ്ടോന്ന്. ഉണ്ടല്ലോ ദൂരെ നിന്ന് കാണുമ്പോൾ ഓക്കെ, അടുത്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഈ പ്രിൻറ്റിൻ്റെ ഒക്കെ ക്വാളിറ്റി. ഇതാണ് ഇവിടെയും തായ്ലൻഡും ചൈനയൊക്കെ ആയിട്ടുള്ള വ്യത്യാസം. ബാഗിൻ്റെ ഷോപ്പ് ഞാൻ കണ്ടേ, അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഈ ഡൽഹി ടൈപ്പ് ഈ ബോഹോ രാജസ്ഥാനി ബാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ബാഗ്സ് പ്രിയക്ക് വാങ്ങാം. പ്രിയക്ക് അങ്ങനത്തെ ബാഗ്സ് ഭയങ്കര ഇഷ്ടമാണ്.
100 രൂപ, എന്തെടുത്താലും 100 രൂപ ഈ കടയിൽ, ജാക്കറ്റ് ഉൾപ്പെടെ. അഡിഡാസ് ജാക്കറ്റ് 100 രൂപയാണാവോ? ബാഗ് അവിടെ കംപ്ലീറ്റ് മറ്റേ ഇതുപോലത്തെ ഫേക്ക് ബാഗ്സ് ആണ്, പക്ഷെ കണ്ടറിയാം സംഭവം. വല്ല ഒരു 200 രൂപയുടെ ബാഗൊക്കെ വാങ്ങി ബ്രാൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവിടെ. പേഴ്സണലി ഇപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ കുറേ മാർക്കറ്റ്സിൽ പോയിട്ടുള്ളതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ തോന്നുന്നത് ഇവിടുത്തെ മാർക്കറ്റിൽ യൂസ് ആൻഡ് ത്രൂ പ്രോഡക്ട്സാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം എൻ്റെ കണ്ണിൽ ഞാൻ റഫായിട്ട് നോക്കിയിട്ട് കണ്ടത്. അത് വിൽക്കുന്ന കടകൾ കാണുമായിരിക്കും, പക്ഷേ മറ്റേ ചാന്ദി ചോക്കും അവിടെയൊക്കെ ആണെങ്കിൽ പ്രോപ്പർ ഡിസൈനർ വെയർ, ഇന്ത്യൻ ബ്രാൻഡ്, ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും ചൈനയ്ക്ക് വേണ്ടാത്ത സാധനങ്ങളായിരിക്കും ഇവിടെ വന്ന് റീബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ വൺ ടൈം യൂസിനൊക്കെ കൊള്ളാം, അതിന് മാത്രമേ കൊള്ളാവൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ല, നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേയിൽ ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതിന് വേണ്ടി ഇങ്ങോട്ട് വരണമെന്നില്ല, പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ചീപ്പറായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഒരുവിധം നമ്മുടെ കൊച്ചിയിലെ ബ്രോഡ്വേയുടെ ഒക്കെ സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും കൂടുതൽ. ഇപ്പം മനസ്സിലായി, ഈ ഡൽഹിക്കാർ ഏറ്റവും കൂടുതൽ പോയി ഷോപ്പ് ചെയ്യുന്നത് തായ്ലൻഡിലാണ്. തായ്ലൻഡിൽ ഭയങ്കരമായിട്ട് ഇവർ വന്ന് ഷോപ്പ് ചെയ്യും. ഞാൻ വിചാരിക്കും ഡൽഹിയിൽ ഇത്ര ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്തിനാണ് തായ്ലൻഡൊക്കെ വന്ന് ഷോപ്പ് ചെയ്യുന്നത്. പക്ഷേ വെസ്റ്റേൺ ക്ലോത്ത്സ് നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ ആയിട്ട് വേണമെങ്കിൽ തായ്ലൻഡ്, ചൈന, വിയറ്റ്നാം ഈ 3 സ്ഥലങ്ങളാണ്. ക്വാളിറ്റി ഒന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഈ റേറ്റും അല്ല കേട്ടോ, ഇതിനെക്കാട്ടി റേറ്റ്സ് ഉണ്ട് അവിടെയൊക്കെ, പക്ഷേ ക്വാളിറ്റി വേറെ ലെവലാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എൻ്റെ ഒരു ഇപ്പോൾ ഒരു 7-8 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. ഇതൊരു ചേട്ടൻ ഹായ് പറയുന്നത്. ഒന്നും പോരാതെ പെട്ടികളും ഉണ്ട്, ഫേക്ക് പെട്ടികളും ഉണ്ട് ഇവിടെ. അത് കുറേ പേര് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. വലിയ മാർക്കറ്റാണ്, പക്ഷേ സംഭവങ്ങളൊക്കെ കൂടുതൽ റിപ്പീറ്റ് സംഭവങ്ങൾ തന്നെയാണ്. ചില സ്റ്റോൾസിൽ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളൂ. പക്ഷെ ക്രൗഡിനൊന്നും ഒരു കുറവുമില്ല. ആക്ച്വലി പാറ്റേൺസ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ, കുറച്ച് നല്ല പാറ്റേൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഇത്രയും മോശം. എന്തായാലും ഇതൊന്നും ഇവിടെ ഉണ്ടാക്കുന്നതല്ല, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ പോയി ചൈനയിലും തായ്ലൻഡിലും വിയറ്റ്നാമിലും നോക്കിയാൽ കിട്ടില്ല. അതൊക്കെ ഈ വളരെ ലോ കോസ്റ്റ് ആയിട്ട് വിൽക്കാനുള്ള മാർക്കറ്റ്സിലേക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നത്. അവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ ഇത് വിൽക്കത്തില്ല ഇങ്ങനത്തെ ഈ ക്വാളിറ്റി. നൈറ്റ് ഡ്രസ്സും ഉണ്ടല്ലോ, പക്ഷേ ഇവിടുത്തെ നൈറ്റ് ഡ്രസ്സ് ഒന്നും എന്താ ഭയങ്കര ഒരു വാഷ് കഴിഞ്ഞാൽ കളർ പോകുന്ന പോലത്തെ ടൈപ്പ്. എന്താ എല്ലാം ഇങ്ങനത്തെയാണല്ലോ. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും നല്ല സാധനങ്ങൾ വാങ്ങാമെന്ന് നോക്കിയാലും കിട്ടാൻ കുറച്ച് പാടാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതൊക്കെ കണ്ട കോഡ് സെറ്റ്സ് മെൻസിൻ്റെ പാറ്റേൺസ് ഉണ്ട്, പക്ഷേ ഫാബ്രിക് ഭയങ്കര മോശം. ചിലപ്പോൾ സ്കിൻ സഫക്കേറ്റഡോ അങ്ങനത്തെ ഒരു ഫാബ്രിക്സാണ്. ഞാൻ വിയറ്റ്നാമിൽ നിന്ന് ഒരു ഡിസൈനർ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വ്ളോഗ് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അവിടുത്തെ ക്വാളിറ്റിയും ഇവിടുത്തെ ക്വാളിറ്റിയുടെ വ്യത്യാസം. അതായത് ഇന്ത്യൻ ഡ്രസ്സസ് ഓക്കെ അടിപൊളിയാണ്, ഇവിടെയല്ല ബാക്കിയുള്ള മാർക്കറ്റ്സിൽ. ഇവർ 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ വിട്ടിട്ടില്ല. എവിടെയെങ്കിലും അതിലുണ്ടോ കൈയെത്തോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള വടിയെത്തോ അവിടെയൊക്കെ ഡ്രസ്സ് ഡിസ്പ്ലേയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നും വാങ്ങിയില്ലെങ്കിലും, ഞാൻ വാങ്ങി 2 സാധനങ്ങൾ, പക്ഷെ ഒന്നും വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് രസം. പക്ഷേ രാവിലെ വരുമോ, വീക്കെൻഡിൽ വരാതെ ഇരിക്കുക. പ്രിയയ്ക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇതൊരെണ്ണം വാങ്ങിക്കൊടുക്കായിരുന്നു. നമുക്ക് തോടി ക്രേസി തോടി ലേസി, സത്യമാണത്. ഞാനിപ്പോൾ അത് ഏകദേശം ഒരു ഫുൾ റൗണ്ട് എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. ഇത്രയും ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു സരോജിനി മാർക്കറ്റ് എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നിയത്. ഒറ്റ ഒരു ഷോപ്പിൽ പോലും ഞാൻ ഇത് മാത്രം വലിയ കുഴപ്പമില്ലാത്ത കണ്ടു, ബാക്കി ഒന്നും ഐ ഡിഡ്ന്റ് സീ ലൈക്ക് ഒരു ആക്സെപ്റ്റബിൾ ക്വാളിറ്റി പോലും എനിക്ക് ബാക്കിയുള്ള മാർക്കറ്റ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേ അല്ലേ, എവിടെയെങ്കിലും ഒന്ന് പോയി റിലാക്സ് ചെയ്യാം, കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാം. എന്തൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. എന്തായാലും അടുത്ത് തന്നെ മെട്രോ ഉള്ളതുകൊണ്ട് അധികം സമയം പോയില്ല. എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറേ ആയുള്ളൂ ഇവിടെ ഒന്ന് കറങ്ങാനായിട്ട്. ഇനിയിപ്പം ലാസ്റ്റ് ഡേ അല്ലേ, എവിടെയെങ്കിലും ഒന്ന് പോയി റിലാക്സ് ചെയ്യട്ടെ. എനിക്ക് ഈ ക്രൗഡിൽ നിന്നും തിരക്കിന്നൊക്കെ മാറി വല്ല മോളിലേക്ക് തന്നെ പോവാം. ഇവിടെ കുറേ മോൾസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ദൂരെയാണ്. ഞാനിപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു മോളിൽ പോയി നല്ല ഭക്ഷണവും കഴിച്ച് പറ്റുമെങ്കിൽ ഒറ്റയ്ക്കൊരു സിനിമയൊക്കെ കണ്ട് റിലാക്സ് ചെയ്യട്ടെ. എന്തൊരു ഹെക്ടിക്കായിരുന്നു ഡൽഹി ഈ 3 ദിവസം. ഇല്ലേ, മെട്രോ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം നടക്കാൻ കുറേ കാണും കേട്ടോ. സോ അത് നോക്കിയിട്ട് തന്നെ വരും. ഏകദേശം ജപ്പാൻ പോലെ തന്നെ കുറേ നടക്കാൻ കാണും. ഇനിയിപ്പം എനിക്ക് പോകേണ്ട ബ്ലൂ ലൈനിലേക്കാണ്. ഏകദേശം ഒരു 700-800 മീറ്റർ ഉണ്ട്. സുഭാഷ് നഗർ മെട്രോ ആണ്. സുഭാഷ് നഗർ സ്റ്റേഷൻ എൻ്റെ അടുത്താണ് മോള്. പക്ഷേ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്താണ് വ്ളോഗ് ചെയ്യുന്നത്. എല്ലായിടത്തെയും സിറ്റുവേഷൻ ശരിക്കും പരിതാപകരമാണ്, ഭയങ്കര മോശമാണ്. വൃത്തിയാണെങ്കിലും ഡൽഹി ഈസ് നോട്ട് ക്ലീൻ, ഡൽഹി ഈസ് ഫിൽത്തി.
ഇത് ഫാക്റ്റാണ്. കുറച്ച് നല്ല ഏരിയ ഉണ്ടെങ്കിൽ ഡൽഹിയിൽ കുറച്ച് നല്ല ഏരിയ ഉണ്ടെങ്കിൽ അത് എക്സെപ്ഷൻസ് ആണ്. മോസ്റ്റ് ഓഫ് ദി ഏരിയാസ് ഓഫ് ഫിൽത്തി, ഡ്രൈവിംഗ് കൾച്ചർ ഹൊറബിൾ ആണ്. ശരിക്കും ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൽഹി അല്ലാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഇന്ത്യയുടെ ക്യാപിറ്റലായിട്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് മോശമാണ് ആക്ച്വലി ഡൽഹിയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് നല്ലതുള്ള അന്നം കാട്ടി കൂടുതൽ വേഴ്സ് സാധനങ്ങളാണ് ഡൽഹിയിലുള്ളത്. ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, ഡ്രൈവിംഗ് കൾച്ചർ, വൃത്തി, പിന്നെ പോവർട്ടി ലെവൽസ്, അതൊക്കെ നമ്മുടെ മുന്നിൽ കാണാം. അത്രയും ക്ലിയർ ആണ് ഇതെല്ലാം. അല്ലാതെ അത് നമ്മൾ തപ്പിപ്പോന്നും വേണ്ട. എന്തായാലും ഞാൻ മോളിലേക്കൊന്ന് പോട്ടെ. ഹോൺ കൾച്ചറും ഡ്രൈവിംഗ് കൾച്ചറും വൺ വേ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ചുമ്മാ ഹോൺ അടിക്കുക. കയ്യിൽ നിന്ന് ഹോൺ എടുക്കുന്ന ടൈം ഭയങ്കര കുറവാണ്. എന്തായാലും ഇതാണ് മോള. ഇവിടെ യൂണിക്ലോ ഉണ്ടല്ലോ. ഞാൻ ഇന്ന് ഫുൾ ഡേ ഇനി ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഭയങ്കര വിഷം, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടൊന്നുമില്ല, ലഞ്ചും കഴിച്ചിട്ടില്ല. ഇപ്പം 2:10 ഹോം സെൻറ്ററും സിനിമയും എല്ലാം ഉണ്ട്. ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതിവിടുത്തെ ഏറ്റവും ബിഗസ്റ്റ് മോളൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു മോളാണ്. ഒരു വരുമ്പോൾ തന്നെ അത്യാവശ്യം പോഷ് മോളാണ്. ഏറ്റവും പോഷസ് മോളൊന്നും അല്ല, പക്ഷേ അത്യാവശ്യം നല്ലൊരു പോഷ് മോളാണ്. എല്ലാ സൗകര്യമുണ്ട്. എനിക്ക് നമ്മുടെ ലുലുവിനൊക്കെ കാട്ടി ചെറുതാണ്, എന്നാലും ബ്രാൻഡ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആദ്യമേ സിനിമ ഏത് സമയമെന്ന് പോയി നോക്കട്ടെ, ആൻഡ് അത് കഴിഞ്ഞ് ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഇപ്പോൾ ഇപ്പോഴാണ് ഒരു സമാധാനം. തലവേനയും എല്ലാം മാറും ഇതിൻ്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ. ഹോണടിയും ബഹളവുമാണ് ഏറ്റവും, പിന്നെ തുപ്പലും. ഫുഡ് കോർട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അതെ, ഭാഗ്യം മറ്റേ ഫ്രാങ്കി ഉണ്ട്, എനിക്കത് ഇഷ്ടമാണ്. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നല്ല കിടിലൻ സെറ്റപ്പായിട്ടുള്ള മോളൊക്കെയാണ്. ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ബ്രാൻഡ്സ് ഉണ്ട്, സാറ എല്ലാം അങ്ങനത്തെ വേണ്ട എല്ലാം ഉണ്ട്. അത്യാവശ്യം മോളൊക്കെ നല്ല സ്റ്റാൻഡേർഡും ക്ലീനാണ്. ഇത് ഇവരുടെ ബെസ്റ്റ് മോൾ പോലും അല്ല. ഫുഡ് കൊണ്ട് ഗുണം എന്താ പറയുക, ഇത് കണ്ട കരീംസ്, ജിയാനീസ്, അങ്ങനെ ഇവരുടെ ലോക്കൽ ഡൽഹിയുടെ സ്ഥലങ്ങളുടെ ഫുഡ് കോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ലോക്കൽ ഡൽഹി കഴിക്കാം. ആ സമയത്ത് ഇതുപോലത്തെ നല്ല ക്ലീൻ ആംബിയൻസിൽ വരുന്ന കഴിക്കാം. എന്നാലും തിരക്ക് അവരുടെ ആ ഒരു മെയിൻ ഐക്കോണിക് ബ്രാഞ്ചസിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കാട്ടി റോളും എല്ലാം മതി, അല്ലെങ്കിൽ കരീംസിക്ക് ഒരു ബിരിയാണി കഴിച്ചാലോ. ഞാൻ ഒരു കാട്ടി റോള് പറഞ്ഞു, ഇന്നലത്തെ ഒരു എക്സ്പെക്റ്റേഷനിലോ കഴിച്ചതാണ് നിസാംസിൻ്റെ. ഇത് ആ കൂടെ ഇച്ചിരി ഉണ്ട്. ഇനി വേറെ എന്തെങ്കിലും കൂടെ കഴിക്കേണ്ടി വരും. വിഷന്നിട്ടാണെങ്കിൽ വയ്യ. ഇത് ഇവിടുന്ന് ഓർഡർ ചെയ്തത് ഏതാ, സ്ട്രീറ്റ് ഫുഡ് ബൈ പഞ്ചാബി ഗ്രില്ല്. അതിലേക്ക് കരീംസിൽ തന്നെ പോയി ബിരിയാണി ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും ഇത് കഴിച്ചിട്ട് കുറച്ച് കറങ്ങാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഏറ്റവും വേസ്റ്റ് ഫുഡായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ ആരും ഫുഡ് കോർട്ടിൽ വന്ന് കഴിക്കാത്ത. ഇനി ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ കറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വാങ്ങാം. ഞാൻ ഇപ്പോഴും ആ ഡൽഹിയുടെ അതൊന്നൊന്ന് പ്രോസസ്സ് ചെയ്യാൻ നോക്കുവാണ്. ഇനി എപ്പോഴെങ്കിലും ഇനി ഡൽഹി വരേണ്ടി വന്നാൽ, ടൂറായിട്ട് എന്തായാലും വരില്ല, എക്സ്പ്ലോറായിട്ട് വരില്ല, പക്ഷെ എന്തെങ്കിലും ആവശ്യത്തിന് വരേണ്ടി വന്നാൽ ഇനി ഞാൻ 100%, എസ്പെഷ്യലി പ്രിയയും വേദമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവരുടെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ താമസമല്ലാത്ത ഇവരുടെ മാക്സിമം എന്താ പറയുക ബ്യൂട്ടിഫുള്ളും ക്ലീനുമായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും എക്സ്പ്ലോർ ചെയ്ത്. ഇത്തവണ കൊണ്ട് ശരിക്കും മതിയാണ് എനിക്ക് ഡൽഹി. എനിക്ക് ഒരു സ്ഥലത്ത് ഇതുവരെ പോയിട്ട് ഇങ്ങനെ തോന്നിയിട്ടില്ല. ബട്ട് ദിസ് ഹാസ് ബീൻ. സാറേ വന്ന് കയറിയതാ, ഒരു കിടില ജാക്കറ്റ്, നല്ല കിടിലായിട്ടില്ലേ. അറൗണ്ട് 7,000 6,000 കണ്ട, 1,500 കണ്ട്. ക്ലിയറൻസ് വിൻ്റർ ആയില്ലേ. ഇങ്ങനെ അതുപോലെ ഷോർട്ട് ജാക്കറ്റാണ് കണ്ട, സ്ലീവൊക്കെ കറക്റ്റാണ്. എന്തായാലും ഒരു നല്ല ഡീലായി. ഡൽഹി വന്ന് വെറുതെ ആയില്ല. എന്തായാലും അടിപൊളി, എനിക്ക് ഇഷ്ടമായി. വിൻറ്റേജ് ജാക്കറ്റ് പോലെ ഒരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതും നല്ല ഒരു പാൻറ്റാണ്. നമ്മുടെ ആക്ച്വലി ഒരു സിൽക്ക് പോലത്തെ പാൻറ്റ്, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്ലൂയി, നല്ല നടക്കുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും. കംപ്ലീറ്റ് ഡീലായി. നോക്ക്, അടിപൊളി കോസ്റ്റ്യൂം അല്ലേ. ടീഷർട്ട് തന്നെയാണ്, പക്ഷേ ഈ ജാക്കറ്റും സൂപ്പർ, അതുപോലെ തന്നെ ഈ പാൻറ്റും സൂപ്പർ. രണ്ടും എടുക്കാം. രണ്ടിനും 60-70% ഓഫാണ്. ആലോചിച്ചൊക്കെ സരോജി നഗറിൽ പോയി ലോക്കൽ സ്ഥലങ്ങളൊക്കെ നോക്കി നടന്നിട്ട് ലാസ്റ്റ് ഇപ്പം ഷോപ്പ് ചെയ്യുന്നത് സാറേ വന്നിട്ട്. ഇതൊക്കെ തന്നെയാണ് ബെറ്റർ. നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം, സാറ്റിസ്ഫാക്ഷൻ വേണ്ട. ഇത് രണ്ടും എടുക്കുവാണ്. ഇത് നോക്കി പാൻറ് മെറ്റീരിയൽ എന്ത് രസമാണ്. ഏകദേശം 10,000 റുപ്പീസിന് അടുത്ത് വരുന്ന രണ്ട് സാധനത്തിൻ്റെ റേറ്റ് ഇപ്പോൾ എനിക്ക് 3,200 രൂപ. പാപ്പ റോട്ടി ഇത് കൊച്ചിയിൽ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കുറേ കാലമായിട്ട് ലുലു മോളി വരുന്നുണ്ടെന്ന് പറഞ്ഞ്. സോ ഇതൊരു ഇൻ്റർനാഷണൽ ചെയിനാണ്. നല്ല ക്രസ്റ്റി ബണ്ണും അകത്ത് നല്ല സോഫ്റ്റ് ബ്രെഡും. ആൻഡ് വേറെ ഒന്നുമില്ല, ഇതിൻ്റെ മുകളിൽ ന്യൂട്ടല്ല ഒഴിക്കും. ഇതൊരു ഒരു ബൺ ഇഷ്ടമുള്ളവർക്ക് നല്ല. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ബൺസൊക്കെ കിട്ടുന്നുണ്ടല്ലോ. കാലിക്കട്ട് പോകണം, അവിടെ ഇതുപോലെ ഒരു ബണ്ണിൻ്റെ കടയുണ്ടെന്ന് കേട്ടു.
ഓ എന്തൊരു ക്യൂട്ട് എസ്തെറ്റിക് കഫേ നോക്കി. എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമബിൾ ഒരു സ്ഥലം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. എൻ്റെ കുറേ ഉണ്ട്, പക്ഷെ ഞാൻ ഒരു ഏരിയയിലേക്കൊന്നും പോയില്ലല്ലോ. ബട്ട് ദിസ് എനിവേ ലുക്സ് റിയലി നൈസ്. അത് ഈ മോളിൻ്റെ അകത്താണ് ആൻഡ് എക്സാക്ട്ലി യൂണിക്ലോൻ്റെ ഓപ്പോസിറ്റും. അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി ഡൽഹിയിൽ രാത്രിയൊക്കെ ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. തലവേദന എടുക്കുന്നു, സൗണ്ടും ഇവിടുത്തെ എയറും എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സിനിമയും കൂടെ കണ്ടിട്ട് റൂമിൽ പോകാൻ റിലാക്സ് ചെയ്യും. പക്ഷേ നാളത്തെ വ്ളോഗ് ഞാൻ കാണിക്കും, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഫ്ലൈറ്റിൻ്റെ സ്പെഷ്യൽ കാറ്റഗറിയിൽ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഡൽഹിയിലെ ലൗഞ്ചും എയർപോർട്ട് ലൗഞ്ചും ഭയങ്കര സെറ്റാണെന്ന് കേട്ടു. സോ അതെന്തായാലും കാണിക്കും ഞാൻ. പക്ഷേ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി കൺക്ലൂഷൻ എടുക്കാം. അങ്ങനെ നല്ല റിലാക്സ് ആയ ഒരു അടിപൊളി സിനിമ ദുഷ്യന്തരമാണ് ഞാൻ കണ്ടത്. ഇപ്പോഴാണ് കാണുന്നത്. 1.5 സിനിമയുടെ അത് നെറ്റ്ഫ്ലിക്സിലൊക്കെ വന്നു തോന്നുന്നു, പക്ഷേ കുറേ കട്ട്സ് ഉണ്ട്. തിയേറ്ററിൽ വേറെ ലെവൽ പടമാണ്. അപ്പം അങ്ങനെ നാളെ ഡൽഹിയിലോട് വിട പറയുകയാണ്. ആൻഡ് ഞാൻ ആക്ച്വലി ഇത് തിരിച്ചു പോകുന്ന ടൈമിൽ ഭാരത് ബന്ദാണ്. അപ്പോൾ എങ്ങനെ എയർപോർട്ടിലേക്ക് പോകും എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്തായാലും ഹോപ്പ്ഫുള്ളി നിങ്ങൾ സരോജിനി മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് ടൈപ്പ് സാധനങ്ങളാണെങ്കിൽ മാത്രം പോവുക, അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗോ ദർ ആൻഡ് വേസ്റ്റ് യുവർ ടൈം. സോ എന്തായാലും നാളെ ബാക്ക് ടു കൊച്ചിയിലുള്ള വ്ളോഗിൽ കാണാം. ആൻഡ് ഐ വോണ്ട് ടു ഷോ യു ദാറ്റ് അമേസിംഗ് ഡീൽ ഐ ഗോട്ട് ഇൻ എയർലൈൻസ്. എയർ ഇന്ത്യയിലാണ് പക്ഷേ ഒരു അമേസിംഗ് ഡീൽ കിട്ടി. അതൊക്കെ കാണിച്ച് നാളത്തെ വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി ആൻഡ് ബൈ ബൈ.